PV അൻവറിന് മറുപടിയുമായി മുഖ്യമന്ത്രി. എല്ലാ ആരോപണങ്ങളും തള്ളുന്നു. LDFന്റെ ശത്രുക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവർ ഏറ്റെടുത്തിരിക്കുകയാണ്. വിശദമായി പിന്നീട് പ്രതികരിക്കുമെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രിയെ അതിരൂക്ഷമായി വിമർശിച്ച PV അൻവർ MLA പ്രതിരോധിക്കാൻ CPIM. പാർട്ടി നിലപാട് വ്യക്തമാക്കാൻ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 2:30. അൻവർ പാല് കൊടുത്ത കൈക്ക് കൊത്തിയെന്ന് AK ബാലൻ. ഗൂഢാലോചനയുടെ ഭാഗമാണ് ആരോപണങ്ങളെന്ന് TP രാമകൃഷ്ണൻ. ADGPയെ 3-ാം ദിവസവും വിമർശിച്ച് CPI മുഖപത്രം ജനയുഗം. റവന്യൂ മന്ത്രിക്ക് സ്ഥലത്തെത്താൻ കഴിയാത്ത വിധം വഴിമുടക്കിയെന്ന ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ. സുരേഷ് ഗോപിക്ക് ആംബുലൻസിൽ പൂരപ്പറമ്പിലെത്താൻ അവസരമുണ്ടാക്കി. ഗൂഢാലോചനയുടെ മറനീക്കുന്ന അന്വേഷണം അനിവാര്യമെന്നും ജനയുഗം. തൃശൂരിൽ വൻ ATM മോഷണ പരമ്പര. 3 ATM സെന്ററുകളിൽ നിന്നായി 65 ലക്ഷം കൊള്ളയടിച്ചു. പണം കവർന്നത് മാപ്രാണം, ഷൊർണൂർ റോഡ്, കോലഴി എന്നിവിടങ്ങളിൽ നിന്ന്. 4-അംഗ മുഖംമൂടി സംഘം ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് മോഷ്ടിച്ചു. സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. കൊച്ചിയിൽ ഒരാൾക്ക് എംപോക്സ് സ്ഥിരീകരിച്ചു. വിദേശത്തു നിന്നെത്തിയ ആൾ ചികിത്സയിൽ. ആരോഗ്യനില തൃപ്തികരം. ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ DNA ഫലം കാത്ത കുടുംബം. മൃതദേഹം വിട്ടുനൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കും. നാളെ രാവിലെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ. ഡോക്ടർമാരുടെ ചികിത്സാ പിഴവിൽ ദുരിതമനുഭവിച്ച യുവതി. പ്രസവത്തിനിടെ നൽകിയ കുത്തിവയ്പ്പിനെ തുടർന്ന് ശരീരം തളരുന്ന അവസ്ഥയെന്ന് 27-കാരി. 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ പോലും പരിചരിക്കാൻ കഴിയുന്നില്ല. വേദന എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല എങ്ങനത്തെ വേദന ഞാൻ അവിടെ അനുഭവിച്ചത്. ക്ഷമ ഡോക്ടർ, അപർണ ഡോക്ടറിനും ഒരുപാട് ചീത്ത പറയലുണ്ട്. നിന്നെ തോന്നിച്ചാണ്, നിനക്കൊരു കുഴപ്പമില്ല. അമ്മനെ പുറത്താക്കിയിട്ട് ഉള്ളിലേക്ക് എന്നെ കയറ്റുക. PV ചെയ്യുമ്പോൾ ഞാൻ എന്തോ ദേഷ്യം പിടിച്ച പോലെ PV ഒക്കെ ചെയ്യാം. ആരോപണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ.